ഖുർആൻ ആസ്വാദനം. ഒന്നാം അധ്യായം. സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയെക്കുറിച്ച്. ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണ് ഫാത്തിഹ. ദൈവിക നിർദ്ദേശപ്രകാരം പ്രത്യേകമായി തരംതിരിച്ചിട്ടുള്ള ആയത്തുകളുടെ കൂട്ടമാണ് സൂറത്ത്. ഇതിനെ അധ്യായം എന്ന് പരിഭാഷപ്പെടുത്താം. ഒരേ സൂറത്തിൽ തന്നെ വ്യത്യസ്ത വിഷയങ്ങൾ സമ്മിശ്രമായാണ് കാണപ്പെടുന്നത് എന്നതിനാൽ അധ്യായം എന്ന മലയാള പദത്തിൻ്റെ കേവലാർത്ഥത്തിൽ അതിനെ എടുക്കരുത് എന്ന് മാത്രം. ദൈവിക നിർദ്ദേശപ്രകാരം വേർതിരിക്കപ്പെട്ട ഖുർആനിലെ വാചക ഖണ്ഡങ്ങളാണ് ആയത്തുകൾ. സൂക്തം എന്നാണ് ആയത്തിൻ്റെ മലയാള തർജ്ജമ. അടയാളം, ദൃഷ്ടാന്തം എന്നിങ്ങനെയാണ് ആയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. ആദ്യമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൂക്തം ഫാത്തിഹയിലെ ആയത്താണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണെന്ന അഭിപ്രായമുള്ളവർ ഫാത്തിഹയിലെ 6ഉം 7ഉം വചനങ്ങൾ ഒന്നിച്ച് 7ാമത്തെ വചനമായി ഗണിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് എന്ന നിലയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭ അധ്യായം ആണിത്. ഇതേ അർത്ഥത്തിൽ തന്നെ ഫാത്തിഹത്തുൽ കിതാബ് വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭമെന്നും ഈ ഒന്നാം അധ്യായത്തെ വിളിക്കാറുണ്ട്. മൗലികമായ ഖുർആനിക പ്രതിപാദ്യങ്ങളുടെ എല്ലാം ഒരു സാരാംശം ഈ സൂറത്തിലടങ്ങിയിരിക്കുന്നതിനാൽ ഈ സൂറത്തിന് ഖുർആനിൻ്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും പേരുകളുണ്ട്. പ്രാധാന്യവും ശ്രേഷ്ഠതയും സൂചിപ്പിക്കുന്ന മറ്റു പല പേരുകളും ഹദീസുകളിലും മഹാന്മാരായ സ്വഹാബികളുടെ വിവരണങ്ങളിലുമുണ്ട്. അസാസുൽ ഖുർആൻ അഥവാ ഖുർആൻ്റെ അസ്ഥിവാരം. സൂറത്തുൽ കാഫിയ മതിയായത്, ഖുർആനിക വിജ്ഞാനങ്ങൾ ഗ്രഹിക്കുവാൻ മതിയായ സൂറത്ത്. സൂറത്തുൽ കൻസ് നിക്ഷേപം, വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം. സൂറത്തുൽ ഹംദ് അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങളുടെ അധ്യായം. സൂറത്തുൽ ദുആ പ്രാർത്ഥനകളുടെ അധ്യായം. സൂറത്തുൽ സ്വലാത്ത് നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അധ്യായം. സൂറത്തുൽ മുനാജാത്ത് കൂടിക്കാഴ്ചയുടെ അധ്യായം എന്നിവയാണവ. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തെന്നും തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഫുർഖാനിലോ ഇതുപോലെയുള്ള ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല എന്നുമുള്ള സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചുള്ള നബിവചനങ്ങൾ ഈ അധ്യായത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നുണ്ട്. ആവർത്തിക്കപ്പെടുന്ന 7 എണ്ണവും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഹിജ്റിലെ ആവർത്തിക്കപ്പെടുന്ന 7 എണ്ണം എന്ന പരാമർശം സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. നിർബന്ധ നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലുമായി അനേകം തവണ ആവർത്തിക്കപ്പെടുന്ന ഈ സൂറത്തിനെക്കുറിച്ചാണ് ആവർത്തിക്കപ്പെടുന്ന 7 എണ്ണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലാത്തവൻ്റെ നമസ്കാരം അപൂർണമാണ് എന്നും ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസുകളിലുണ്ട്. ഫാത്തിഹ നമസ്കാരത്തിൻ്റെ കാതലാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി നബിവചനങ്ങളുണ്ട്. നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ദാസൻ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അതിലെ ഓരോ വചനങ്ങൾക്കും അള്ളാഹു പ്രത്യുത്തരം നൽകുമെന്ന് പഠിപ്പിക്കുന്ന നബിവചനം അതിലൊന്നാണ്. സ്വഹീഹുൽ മുസ്ലിമിലും സുനനുൻ നസായിലുമുള്ള ഖുദ്സിയായ ഒരു ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്. അള്ളാഹു പറയുന്നു, നമസ്കാരം എനിക്കും ദാസനുമിടയിൽ 2 പകുതികളായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പകുതി എനിക്കുള്ളതാണ്, പകുതി അവനുള്ളതും. എൻ്റെ ദാസൻ ആവശ്യപ്പെടുന്നത് എന്താണോ അത് അവന് ലഭിക്കും. ദാസൻ സ്തുതികളെല്ലാം അള്ളാഹുവിനാണ്, ലോകങ്ങളുടെ എല്ലാം നാഥൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ദാസൻ പരമകാരുണികൻ, കരുണാനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനെന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ സഹായം ചോദിക്കുന്നതും നിന്നോട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതിവചിക്കും, എനിക്കും ദാസനുമിടയിലുള്ള കാര്യമാണിത്. എൻ്റെ ദാസൻ ചോദിക്കുന്നതെന്തോ അത് അവന് ലഭിക്കും.
ഞങ്ങളെ നീ നേർമാർഗത്തിലൂടെ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, നിന്റെ കോപത്തിന് വിധേയമായവരുടെയും പിഴച്ചവരുടെയും മാർഗത്തിലല്ല എന്ന് ദാസൻ പറയുമ്പോൾ, എൻ്റെ ദാസനുള്ളതാണിത്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. അള്ളാഹുവുമായി ശരിയായ രീതിയിൽ സംഭാഷണം നടത്തുകയാണ് നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന വിശ്വാസി. ഈ സംഭാഷണം ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നെ നമസ്കാരത്തിൽ ആരുടെയും മനസ്സ് തെറ്റുകയില്ല. ഫാത്തിഹയിലൂടെ അള്ളാഹുവിനെ യഥാരൂപത്തിൽ അറിയുന്നവന് തൗഹീദിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുവാനും കഴിയും. രക്ഷാകർതൃത്വത്തിലുള്ള തൗഹീദ് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഫാത്തിഹയുടെ തുടക്കം. ലോകങ്ങളുടെ എല്ലാം റബ്ബായി അള്ളാഹുവിനെ അറിയുകയാണല്ലോ തൗഹീദുൽ റുബൂബിയ്യത്ത്. റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക്, മലിക് എന്നിവ അദ്വിതീയമായ ദൈവനാമങ്ങളാണ്. അവയിലൂടെ അള്ളാഹുവിനെ അറിയുന്നവർ തൗഹീദുൽ അസ്മാഉ സിഫാത്താണ് മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ മാത്രം ആരാധ്യത പ്രഖ്യാപിക്കുന്നതിലൂടെ തൗഹീദുൽ ഉലൂഹിയ്യത്ത് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്ന വിശ്വാസി അടുത്ത സൂക്തങ്ങളിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായാണ്. തൗഹീദിൻ്റെ സമഗ്രമായ പ്രഖ്യാപനമാണ് ഫാത്തിഹ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് തൗഹീദിൻ്റെ പ്രഖ്യാപനം നടത്തുകയും അവൻ്റെ പ്രതിവചനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് തെറ്റുന്നത് എങ്ങനെയാ? വിശ്വാസികളുടെ മനസ്സ് തെറ്റിക്കുവാനും അള്ളാഹുവിൽ നിന്ന് അകറ്റുവാനും സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ശത്രുവാണ് പിശാച്. ഫാത്തിഹ പാരായണത്തിന് മുമ്പ് ചൊല്ലുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ആട്ടിയോടിക്കപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാണ്. തന്നാൽ കഴിയുന്ന എല്ലാ അടവുകളും മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ താൻ ഉപയോഗപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞയെടുത്തവനാണ് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനാവാത്ത പിശാചെന്ന സത്യം ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷ അള്ളാഹുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് മനുഷ്യവർഗത്തിൽ തന്നെ പലതരം ശത്രുക്കളുണ്ട്. പിശാചുക്കളിൽ നിന്നുള്ള ശത്രുക്കളുമുണ്ട്. മനുഷ്യരും പിശാചുക്കളും അടങ്ങുന്ന 2 തരം ശത്രുക്കളിൽ നിന്നുമുള്ള രക്ഷാമാർഗങ്ങളെക്കുറിച്ച് ഖുർആനിൽ പല വചനങ്ങളിലായി അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക എന്ന ഖുർആൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ അഊദ് ചൊല്ലേണ്ടതുണ്ട് എന്നത്രേ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഹദീസുകളുടെ പിൻബലവും ഈ അഭിപ്രായത്തിനുണ്ട്. നിർബന്ധമില്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഐച്ഛിക കർമ്മമാണ് അഊദ് ചൊല്ലൽ എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. നമസ്കാരത്തിൽ ഇത് പതുക്കെയാണ് ചൊല്ലേണ്ടത്. പിശാചിൻ്റെ ദുർമന്ത്രത്തിന് സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ദേഷ്യം പിടിക്കുമ്പോൾ പോലും അഊദ് ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്.